കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊന്ന സംഭവത്തിലെ പ്രതി പിടിയിലായിരിക്കുന്നു. മൈനാഗപ്പള്ളി സ്വദേശി അജ്മലാണ് പുലർച്ചെയോടെ പിടിയിലായത്. പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നാണ് സൂചന. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങളായി പോലീസ് നൽകുന്നത്? ഔദ്യോഗികമായ ഒരു വിശദീകരണം പോലീസ് ഇതുവരെ നൽകിയിട്ടില്ല. അതേസമയം അജ്മലിനെ ഇന്ന് പുലർച്ചെയോടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് സൂചന. ഇനി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് പോലീസ് കടക്കും. ഇയാളെ അതിലേക്ക് കടക്കും. നിലവിൽ FIR എടുത്തിട്ടുണ്ട്. ഇനി ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാള് മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന ഡോക്ടറായ യുവതി അവര് ഈ കാറിനകത്തുണ്ടായിരുന്നു. അവരെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഇവരെ വൈദ്യപരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കിയിരുന്നു. തനിക്ക് ഇതിൽ പങ്കൊന്നുമില്ല, തന്നെ നിർബന്ധിച്ചാണ് കയറിൽ കയറ്റിയത്, തനിക്ക് സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ ഡോക്ടർ പോലീസിന് നൽകിയ വിശദീകരണം. ഇന്നലെ ഈ കൃത്യത്തിന് ശേഷം, അതായത് ഈ മൈനാഗപ്പള്ളി വെള്ളമണൽ സ്വദേശിനിയായിട്ടുള്ള 50 വയസ്സുള്ള കുഞ്ഞുമോളാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇവരെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഇവരെ പുറകിലേക്ക് ഈ കാറ് കൊണ്ട് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ തെറിച്ചുപോയി. റോഡിലേക്ക് തെറിച്ചു വീണ കുഞ്ഞുമോളുടെ പുറത്തേക്ക് വാഹനം ആദ്യം കയറി. ഈ കാർ കയറുന്നത് നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതേസമയം തന്നെ അതിൽ കാറിന്റെ അടിയിൽ യുവതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അത് നിർത്താതെ വീണ്ടും പുറകോട്ടെടുത്ത് പിന്നീട് മുന്നോട്ടെടുത്ത് പോവുകയായിരുന്നു. വീണ്ടും വാഹനം കാർ കയറി ഇറങ്ങുകയായിരുന്നു യുവതിയുടെ ഈ കുഞ്ഞുമോളുടെ പുറത്ത്. നാട്ടുകാർ ഓടിക്കൂടി കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. കരുനാഗപ്പള്ളി ഭാഗത്ത് വെച്ച് നാട്ടുകാർ പിടികൂടിയപ്പോൾ ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. അതേസമയം തന്നെ ആ സമയത്ത് തന്നെ പോലീസ് എത്തി ഈ കാറിലുണ്ടായിരുന്ന യുവതിയായ ഡോക്ടറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നിപ്പോ അജ്മലിനെ പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കും. ഇയാൾ മുമ്പും ഈ ലഹരി കടത്ത് കേസുകൾ ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഇന്ന് രാവിലെയോടുകൂടി അതിനൊരു വ്യക്തത കൈവരും. തീർച്ചയായും രാജ്കുമാർ, ഈ മുമ്പും ഇയാൾക്ക് അത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് അല്ലേ? അങ്ങനെ പറയുന്നു. കഞ്ചാവ് ഉൾപ്പെടെയുള്ള കറുത്ത കേസുകളിൽ ഇയാൾ പ്രതി ആയിരുന്നു എന്നൊരു സംശയം ഇന്നലെ പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അവരത് ഇന്ന് മറ്റുള്ള പോലീസ് സ്റ്റേഷൻ, കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ സമീപ ജില്ലകളിലോ അല്ല ഏതെങ്കിലും കേസുകളിൽ ഇയാൾ പ്രതിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇയാളും യുവതിയും മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നു ഈ കാറിലുണ്ടായിരുന്നവർ രണ്ടുപേരും. അതേസമയം തന്നെ ഈ യുവതിക്ക് അതിനകത്ത് പക്ഷേ ഈ ഒരു കൃത്യത്തിൽ പങ്ക് ഒരിക്കലും നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. കാര്യം അജ്മലാണ് വാഹനം ഓടിക്കുന്നതും ഇതെല്ലാം കൃത്യങ്ങൾ ചെയ്യുന്നതും. അതുകൊണ്ട് ഇനിയിപ്പോ അജ്മലിനെ പോലീസിന് കസ്റ്റഡിയിൽ കിട്ടിയ സാഹചര്യത്തിൽ അയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ഇത്രയും സമയം കടന്നുപോയിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പോലീസ് ഇനി കേസ് അന്വേഷണമായി മുന്നോട്ട് പോവുക. കരുനാഗപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇയാൾ മുമ്പും ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം, ഒരു സൂചന മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. അത് ഇന്ന് രാവിലെ ഒരു 11 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. തീർച്ചയായും 11 മണിയോടുകൂടി വ്യക്തത വരും എന്ന് തന്നെയാണ് രാജ്കുമാർ വിവരങ്ങളായി നൽകുന്നത്. എന്തായിരുന്നാലും കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. മൈനാഗപ്പള്ളി സ്വദേശിയായ അജ്മൽ തന്നെയാണ് പിടിയിലായത്. പുലർച്ചെയോടെയാണ് പിടിയിലാകുന്നത്. പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഇനി വൈദ്യപരിശോധന അടക്കം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഇയാൾക്ക് അത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നും സൂചനകളായി എത്തുന്നുണ്ട്. ഔദ്യോഗികമായ വിവരങ്ങൾ ഇനിയും എത്തേണ്ടതുണ്ട്. അത് ഒരു 11 മണിയോടുകൂടി അതിൽ കൃത്യത വരും എന്ന് തന്നെയാണ് രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.